ഞാൻ ഈ കിടക്കണ ഷീറ്റിന്റെ വീട് കിടക്കണതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വലിയ വീട് വേണമെന്നൊന്നുമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായതുകൊണ്ടാണ് എനിക്കൊരു വീട് വെക്കണമെന്നൊക്കെ തോന്നി. അവർ രണ്ടുപേരും ഹാപ്പി ആയിരിക്കണം. ആരാണോ എന്തോ വരാമോ എനിക്കറിയില്ല. അവർ നോക്കുന്നുണ്ട്, നോക്കിക്കോട്ടെ. ആരായാലും വരുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇങ്ങനെയാണ്, മനസ്സിൽ വെച്ചോണ്ടൊന്നും പെരുമാറാറിയില്ല, ഉള്ളിലുള്ളതൊക്കെ അപ്പത്തോ തന്നെ ഞാൻ പുറത്തു പറയും. മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. മോതിരം മാറ്റം കഴിഞ്ഞു പ്ലീസ്. ജീവിതകാലം മൊത്തം കൈ കാണും. ഹൈഫൈ അറിയാ മോതിരം ഇട്ടറാ. സാധാരണ എല്ലാവരും കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് മോളില് ബീച്ചിലൊക്കെയാണ് പോണത്. സെറ്റല്ലേ അമ്മ? സാരി എടുക്കാൻ പോവാം. ഓക്കെ ഗൈസ്, ഇപ്പോ നമ്മൾ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ അമ്മ ബാക്കിൽ ഫോട്ടോ എടുക്കുകയാണ്. നമ്മളിനി തിരിച്ചോടണം, തിരിച്ച് കൈയും പിടിച്ചോടണം. ഞങ്ങൾ കൈ പിടിച്ചോണ്ടിട്ട് വരാം. പേരും കൂടി നല്ല മനസ്സോടെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘസുഖങ്കിലേ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഘ്നങ്ങളും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നു. ഇന്ന് എന്റെ വിവാഹമാണ് സുഹൃത്തുക്കളെ. ശരിക്കും ഭയങ്കര ഭംഗിയാണ്. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. ഹാപ്പി ആനിവേഴ്സറി. എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ചമ്മല്. അതായത് എൻ്റെ അടുത്ത് പൊന്നു വിളിച്ചിട്ടൊരു വീഡിയോ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ, എടാ നിനക്ക് ഞാൻ എന്ത് വീഡിയോ തരാനാടാ? എൻ്റെ ഹൃദയം തന്നെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? അപ്പം ഞാൻ എനിക്ക് എന്ത് പറയും? വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു വീഡിയോ. എനിക്ക് ഈ ഫോർമലൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എന്ത് പറയുമെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, വർഷയുടെ കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ കാർത്തിയെ കുറച്ച് നാളായിട്ട് അറിയാം. അപ്പോൾ കാർത്തിയുടെ വെപ്രാളവും ബഹളവും കാര്യങ്ങളും. അപ്പോൾ അവന് പറ്റുന്നൊരു പെണ്ണ് വരണം, അവൻ നന്നായിട്ട് ജീവിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ച ആൾക്കാരിലൊരാളാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരുന്ന പെണ്ണ് എങ്ങനെ ഉണ്ടാവും അവന് മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നത്. അപ്പോൾ വന്നപ്പം വളരെ എന്താ പറയുക, വളരെ കൊച്ചു കുട്ടിയാവുന്നത്. അപ്പോൾ അവർക്ക് മെച്യൂരിറ്റി ഉണ്ടാവുമോ എന്താണെന്ന്. അപ്പോൾ കല്യാണം കഴിച്ച് വന്നപ്പോൾ അവനെക്കാട്ടുള്ള മെച്യൂരിറ്റി ആക്കാം. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അവനെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് ലൈഫിലേക്ക് വന്നു, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നേരിട്ട് കാണുകയാണല്ലോ, കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇതേപോലെ വളരെ കണ്ണ് കിട്ടാതിരിക്കട്ടെ രണ്ടുപേർക്കും. ഐ ലവ് യു. ഒരുപാട് സന്തോഷം. ഒരു വർഷമായല്ലേ, ഇത് പെട്ടെന്ന്. ഇന്നാള് ഞാൻ ആ മഞ്ഞ സാരിയൊക്കെ കൊടുത്ത് വന്ന പോലൊരു ഓർമ്മ. ഒരു വർഷമായി. അപ്പോൾ വർഷങ്ങൾ ഇനി ഇങ്ങനെ കടന്നു പോകും. അതുപോലെ ആ കടന്നു പോകുന്നതനുസരിച്ച്
നിങ്ങളുടെ ബന്ധവും സ്ട്രോങ് ആവട്ടെ, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ലവ് യു ബോത്ത്. ഒരു വർഷമായാടെ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്? അതൊക്കെ എപ്പോഴേ ഞാൻ ഈ സമയം പറക്കുകയാണെന്ന് തോന്നുന്നു. എന്തിനാണെങ്കിലും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ, അല്ല ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. എൻ്റെയും ലവളയും വകയാണ്. സൗണ്ടൊന്നും തരാൻ പറ്റൂലാത്തത് കൊണ്ട് ഞാനായിട്ടത് പറയാണ്. മൈ ഹാർട്ട് ഫെൽറ്റ് ആനിവേഴ്സറി വിഷസ്. ഇതേപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും അടിയും കുത്തും കൊലപാതകമായിട്ടൊക്കെ മുന്നോട്ട് പോകണം. ജസ്റ്റ് എ ബിഗിനിങ്. നല്ല രസമാണ് ഇനി അങ്ങോട്ട്, അതുകൊണ്ട് പൊളിക്കിൻ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കാർത്തിയും വർഷയും കല്യാണം കഴിച്ചിട്ട് 1 വർഷം തികഞ്ഞിരിക്കുകയാണ് ഇന്ന് 11-ാം തീയതി. അപ്പോൾ ആദ്യം തന്നെ വിഷിംഗ് ബോത്ത് ദിസ് ഡാർലിങ്സ് ഓഫ് മൈൻ എ വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. എൻ്റെ ഒരു ഇതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഓസം ഫൺ കപ്പിളാണ് രണ്ടെണ്ണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ കൊച്ചി വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെയാണ് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നു, കറങ്ങുന്നു, എന്താ പറയുക, എന്നെ രാവിലെ വന്ന് ഉറക്കമണിപ്പിക്കുന്നു. അത് അവരുടെ ഒരു ത്രില്ല്. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇനി കഥവ് കുറ്റിയിട്ടിട്ട് വന്ന് രാവിലെ കഥവ് ചവിട്ടിപ്പൊളിക്കലാണ് രണ്ടെണ്ണത്തിൻ്റെ ഹോബി. ഞാൻ ആദ്യം വിചാരിച്ച് കാർത്തിക്കിന് മാത്രമേ പ്രശ്നമുള്ളൂ. ഇവള് കല്യാണം കഴിച്ച പെണ്ണും ഇതുപോലെ ആവുന്ന ഒട്ടും പ്രതീക്ഷയില്ല ഗൈസ്. രാവിലെ എൻ്റെ ഉറക്കം കളഞ്ഞ്, അത് എൻ്റെ ഉറക്കം കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഫ്രീ ഫയർ കാരണമാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. പക്ഷെ രണ്ടും കറക്റ്റ് ഞാൻ നല്ല സൗണ്ടായിട്ട് ഇങ്ങനെ ഉറങ്ങി വരുമ്പോൾ വന്ന് എന്നെ എണീപ്പിക്കും. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക, കുറുമ്പ് കുറച്ച് കൂടുതലാണ് ഈ രണ്ടെണ്ണത്തിന്. അപ്പൊ എന്തായാലും വേറെ കേസ്, ഞാനിങ്ങനെ വന്നിങ്ങനെ ഒരു സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് ഗൈസ് ആർക്കെങ്കിലും ഒരു വിഷ് കൊടുക്കുന്നത്. അതിന് മെയിൻ ഉത്തരവാദി നമ്മുടെ കാർത്തിക് സൂര്യയാണ്, ബഹുമാനപ്പെട്ട. ബിക്കോസ് എൻ്റെ ഈ ഒരു കോൺഫിഡൻസ് കൂട്ടി ഇങ്ങനെ ഒരു മൈക്കും പിടിച്ച് ക്യാമറയും വെച്ചിരിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് ഞാൻ എൻ്റെ ബ്രദറായ കാർത്തിക് സൂര്യയ്ക്ക് നന്ദി അറിയിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. എന്താ പറയുമല്ലോ, എന്നെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് പുറത്തിറക്കി ഒരു വ്ളോഗർ എന്നുള്ള നിലയിൽ, ഞാൻ അത്രയ്ക്ക് വലിയ വ്ളോഗർ ആയിട്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം രണ്ടുപേര് തിരിച്ചറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് അത് നമ്മുടെ കാർത്തിക് സൂര്യ കാരണമാണ്. ആൻഡ് ഐ ആം ഹ്യൂജ്ലി ഇൻഡപ്റ്റഡ് ടു ഹിം ലൈഫ് ലോങ്. ഞാൻ പോലും വിചാരിച്ചില്ല ഗൈസ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു മൈക്ക് പിടിച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കൽ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു എന്താ പറയുമല്ലോ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ ഒരു കോൺഫിഡൻസ് വരുത്തി തന്നതിലൊരു എന്താ പറയുമല്ലോ ഇൻറ്റഗ്രൽ പാർട്ടാണ് അവൻ. എന്നും ഐ ഹാവ് ദാറ്റ് റെസ്പെക്ട് ആൻഡ് ലവ് ടുവേർഡ്സ് ഹിം. സോ അവൻ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അവൻ അതിൻ്റെ ടൈം എടുത്ത് ഇറ്റ്സ് ലൈക്ക് എ ബ്രദർ ഉണ്ടാവും. അപ്പോൾ അവൻ വരും, എനിക്കും അവൻ അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് അവൻ്റെ കല്യാണം കഴിയുന്നതും അവൻ വർഷ വരുന്നതും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവന് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്ന ഒരു കൂട്ടായിരുന്നു വർഷയുടേത്. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി ദാറ്റ് he chose the right person and Varsha also chose the right person. Super happy to see them happy and see them blessed. And അവരുടെ ആ ഒരു ലൈഫ് അടുത്ത് കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ് ഗൈസ്, ദേ ആർ സൂപ്പർ ജെനുവിൻ ആൻഡ് സൂപ്പർ വട്ട്. അതാണ് പറയാനുള്ളത്. രണ്ടെണ്ണത്തിനെയും കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ഗൈസ് ആ ഒരു എനർജി ആയിട്ട് മാച്ച് ചെയ്യാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കിപ്പം കുറച്ച് ഞാൻ പറയില്ല അവർ ഇൻഫ്ലുവൻസ് ഇങ്ങനെ കയറി തുടങ്ങി. എന്തായാലും വിഷിംഗ് ദം എന്താ പറയുക ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇനിയും കുറേ വർഷങ്ങൾ ഇതുപോലെ അടിച്ചു പൊളിച്ച് എന്താ പറയുക ഇതേപോലെ നിങ്ങളായിട്ട് തന്നെ നിൽക്കുക ഗൈസ്. ഡോണ്ട് ചേഞ്ച് ഫോർ എനിത്തിങ് ഓർ എനിവൺ. ആൻഡ് ഐ ലവ് യു ഗൈസ് ഫോർ ദ വേ യു ഗൈസ് ആർ and for the love you guys give me. Super indebted to you. Love you guys. Enjoy your wedding anniversary. Bye. Happy wedding anniversary Karthi and Varsha. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. 1 കൊല്ലമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതെ, കുറെ നാൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ചടിച്ചു പൊളിച്ച് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് വർഷം ഇതേപോലെ നല്ല ഇണക്കുരുവികളെ പോലെ നടക്കട്ടെ രണ്ടും. അതെ, ലവ് യു ഗൈസ്. ഹായ് കാർത്തികേട്ടൻ ആൻഡ് വർഷ. സോ ഗൈസ്, അപ്പൊ നിങ്ങള് ഒരുമിച്ചൊരു യാത്ര തുടങ്ങിയിട്ട് 1 വർഷമായി. പരസ്പര സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങൾ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് പരസ്പരം എൻജോയ് ചെയ്തു പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ ഇനി ഒരുപാട് വർഷങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ട്. സോ ഗൈസ്, ഇതേപോലെ ഫയറോടെ സന്തോഷത്തോടെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവാ. അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാവും. സോ ഗൈസ്, ഹാപ്പി ആനിവേഴ്സറി. Happy wedding anniversary Karthiketa and my bestie. Stay blessed and stay in love always. Hi Karthi, hi Varsha. Hi Karthi bro, hi Varsha ചേച്ചി. അങ്ങനെ 1 വർഷമായില്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. എന്തോ പെട്ടെന്ന് നല്ല സമയം പോണ്. അപ്പോൾ ഇതേപോലെ എന്നും നല്ല സന്തോഷത്തിലിരിക്കാൻ പറ്റണം. അതേപോലെ നിങ്ങളുടെ കോമഡി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാർത്തിയുടെ വർഷത്തിൽ അങ്ങനെ ഇങ്ങനെ പറയുന്ന കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എപ്പോഴും കോമഡി ഒക്കെ പറഞ്ഞാൽ നല്ല ഫണ്ണായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ എല്ലാ കാര്യങ്ങളും. യെസ്,
ഹാവ് എ ഹാപ്പി മാരീഡ് ലൈഫ്, ഹാവ് ഫൺ, അടിച്ചു പൊളിക്കും. ഹേ മൈ ഡിയർ കാർത്തി ആൻഡ് വർഷ, ഒരു കൊല്ലല്ലേ എന്താ എടാ, എല്ലാവിധ വിവാഹ വാർഷിക ദിനത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ കപ്പിൾസായിട്ട് ഈ ജന്മം മാത്രമല്ല ഒരു 7 ജന്മത്തേക്ക് ഒരുമിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് പോട്ടെ. ആ 7 ജന്മവും നിങ്ങൾക്ക് വ്ലോഗെടുക്കാൻ പറ്റട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കാർത്തിക് സൂര്യയുടെ 1ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസ അറിയിക്കുകയാണ്. ഇനി ഒരുപാട് കാലം സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ. 2 പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ആനിവേഴ്സറി കാർത്തി വർഷ. ഒരു 100 കൊല്ലം സന്തോഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അടിയൊക്കെ ഉണ്ടാക്കി ഒരു 5 പിള്ളേരുമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കും. ഞാനും മനീഷും ചെയ്യുന്ന പോലെ എന്താ പറയുക, അടിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയാലും അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് ഫുൾ സോൾവ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങണം. അതായിരിക്കണം മാരേജ് ലൈഫിലെ ഫസ്റ്റ് മോട്ടോ. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വർഷക്കുട്ടി ആൻഡ് കാർത്തികേട്ട. ഹാപ്പി ആനിവേഴ്സറി വർഷക്കുട്ടി ആൻഡ് കാർത്തികേട്ട. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇന്നെൻ്റെ വർഷക്കുട്ടിയുടെയും കാർത്തികേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. 1 കൊല്ലം കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല. കല്യാണം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. ലൈഫ് ലോങ് ഫുള്ളും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇപ്പം എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പോകുന്ന കാർത്തിക്കിനും വർഷക്കുട്ടിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ആനിവേഴ്സറി. ആഘോഷിക്കും മക്കളെ. ഹലോ മുലാളി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സൂര്യ ചന്ദ്രൻ എന്ന പോലെ, ചന്ദ്രൻ നക്ഷത്രം എന്ന പോലെയാണ് മുതലാളിക്ക് കേട്ട് ഏറ്റവും ബെസ്റ്റാണ് വർഷാബി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ബെസ്റ്റ് കപ്പിളാണ് ഞാൻ കണ്ടത് വെച്ചിട്ട്. അടിപൊളി കപ്പിൾസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഒരു വർഷം മുന്നോട്ട് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് അനിമേ എപ്പിസോഡുകളുടെ ഹിറ്റ് ഒരുപാട് ഹിറ്റുകളോട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ മുതലാളി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ആയിട്ടിരിക്കുക, പൊളിക്കുക. ഒരു 100 വർഷം ഇതുപോലെ ജീവിക്കട്ടെ. ഓക്കെ. Hi both of you. മറന്നിട്ടില്ലെന്നറിയാം. This is me, DJ Tony Scott. I'm so happy that you guys are enjoying your wedding anniversary right now. Anyway, happy wedding anniversary both of you. Love you. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു കാർത്തിക് ബ്രോ ആൻഡ് വർഷ. കഴിഞ്ഞ 1 വർഷം നിങ്ങൾക്ക് എത്ര സ്പെഷ്യലായിരുന്നു ഞാൻ കണ്ടതാണ്. ആ യാത്രയിൽ എനിക്കും പങ്കുചേരാൻ പറ്റുന്നത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇനിയും വരാൻ പോകുന്ന ഡേയ്സൊക്കെ അടിപൊളിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹായ് കാർത്തിക് ആൻഡ് വർഷ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് നമ്മൾ അവിടെ കാർത്തിക്കിന്റെ വീട്ടിൽ അടിച്ചു പൊളിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഡാൻസ് ഒക്കെ കിടിലാക്കിയിരുന്നു. അപ്പം കറക്റ്റ് 1 വർഷമായി. ഈ വർഷം ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കാർത്തിക്കിനും വർഷയ്ക്കും തരംഗ് ഡാൻസ് കമ്പനിയുടെ ഹാപ്പി ആനിവേഴ്സറി. ഹായ്, നമസ്കാരം. ഇന്ന് 1ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്വന്തം കാർത്തിക്കും വർഷയ്ക്കും വിവാഹ വാർഷിക ദിനാശംസകൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹലോ. അപ്പോൾ ഇന്ന് കാർത്തിയുടെയും വർഷയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. വർഷയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല ഹസ്ബൻഡാണ് കാർത്തി. കിട്ടിയ ഏറ്റവും നല്ല വൈഫാണ് വർഷ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സെന്തോ അതിനെ അനുവദിക്കുന്നില്ല. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് രണ്ടാക്കും അത് തന്നെ വേണം. ഇനി ഒരുപാട് വർഷവും ഇതേപോലെ ജീവിക്കാൻ പറ്റട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹായ്, കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു സാറിന്റെ വെഡിങ് റിസപ്ഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ. ഇത് 1 ഇയർ ആയി. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹലോ, ഹായ്. ഓർമ്മയുണ്ടോ ഞങ്ങൾ രണ്ടുപേരെയും? ഒരിക്കലും മറക്കൂലെന്ന് അറിയാം. രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി അവിടെ കിട്ടിലായിട്ട് ഇപ്പൊ ആഘോഷിക്കുകയായിരിക്കും. അടിച്ചു പൊളിക്കുക. അപ്പൊ ഞങ്ങളുടെ വക വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ബെസ്റ്റ് വിഷസ്. കീപ് ഇൻസ്പയറിംഗ്. ചിയേഴ്സ്. തിരുവനന്തപുരത്തിന്റെ മുത്ത്, ബമ്പർച്ചിരിയുടെ പൊന്ന് എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഈഗോ സമ്മതിക്കില്ല. നമ്മുടെ കാർത്തിക് സൂര്യക്ക് വർഷയ്ക്ക് 1000 ഹാപ്പി ആനിവേഴ്സറി. ബമ്പർച്ചിരിയുടെ മുത്തായ ഞങ്ങളുടെ എല്ലാമായ കാർത്തിക് സൂര്യയ്ക്കും പ്രിയപത്നി വർഷയ്ക്കും എൻ്റെ എല്ലാവിധ വിവാഹ വാർഷികാശംസകളും. ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്വന്തം കാർത്തിക് ഏട്ടനും വർഷ ചേച്ചിക്കും ഞങ്ങളുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എടാ എന്താടാ ഇത്? ഹാപ്പി ആയോന്നോ? ഇതുവരെ നമ്മള് കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങൾ, ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കണം. ഞാൻ സിനിമ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഇത്. എന്റെ ജീവിതത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവസാനം.
കുറച്ചാണ്. അങ്ങനെ കല്യാണ ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു ചാച്ചാ കൊടുറ. വെൽക്കം ടു അവർ ലൈഫ്. ഞങ്ങളുടെ അഡ്വഞ്ചർ തുടങ്ങാൻ പോവാണ് ഗൈസ്. കാർത്തികിന്റെ വർഷയുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. കാണിച്ചു തരാം. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. വീട്ടിലോട്ട് പോയിട്ട് എന്ന് ഇറങ്ങിയതാണ് നമ്മള്. എമ്മച്ചി ഗുഡ് ഗുഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എവിടെയടി എന്റെ പൊണ്ടാട്ടി? ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ചാടാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അമുങ്ങി നിന്നൊരു ചിരി. നിന്നെ എന്തിനാ ആവി പിടിക്കാൻ നിർത്തിയേക്കടാ? ഒന്ന് കൂവി നോക്കിയാണ്. എന്താ ഒളിഞ്ഞു നോക്കുന്നേ? നിങ്ങൾ എന്തോ ഒരു നീ പറഞ്ഞപ്പോ മനസ്സിലായെങ്കിൽ തെങ്ങൻ പറഞ്ഞത്. നമസ്കാരം. ഹോയ് നീ ഉമ്മയൊന്നും കൊടുക്കാതെ ഞാൻ ഉമ്മ കൊടുത്ത തള്ള. കൊറേ ബ്ലാക്ക് കീസും ബ്ലാക്ക് കാറ്റ്സ്. ഓ അങ്ങനെ എനിക്കതല്ല പ്രശ്നം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. പിന്നെ ജയ്സാർമൽ നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഫ്രീക്വൻസി ഏകദേശം ഒരുപോലെ ആയിട്ട്. അതുകൊണ്ട് നിനക്ക് കിട്ടുന്ന ചെറിയ ആർക്കും കിട്ടുന്നുണ്ട്. വെൽക്കം ടു ദ ക്ലബ്. എന്താ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓവറാവുന്നു. ആദ്യം വാ തുറക്കണില്ല എന്നായിരുന്നു എല്ലാവരും വിഷമം. ഇപ്പൊ വാ അടക്കണില്ല എന്നാണ് വിഷമം. അത് കുഴപ്പം. അത്രേ ഉള്ളു. പക്ഷെ നീ വെച്ചതാണോടി? പകുതി ഞാനും. ഇത് എന്റെ അപ്പേരും കൊളാബറേഷൻ ആണ്. ഓഹോ കൊളാബാണല്ലേ ഇത്? കൊളാബ് ശരിയല്ലേ? ഇത്രയും പൊക്കിയാ പോരെ ഞാൻ? പ്രോ റൈഡർ വർഷയോടൊപ്പം കാർത്തിക് സൂര്യ റിപ്പോർട്ടിംഗ് ഫ്രം ഗോവ. ഫ്രണ്ടില് ചൂട് ഹോട്ട്. ഗൈസ് ഇത് നമ്മൾ ഇവിടെ തൂക്കും. എന്തൊരു വെള്ളാട്ട പോക്കർ പോണ. അത് പൊളിച്ചേട്ടാ. ഇത് തല മുങ്ങിയില്ലല്ല. എന്താടി കാണിക്കണ? കെട്ടടിയായി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഞങ്ങളുടെ എയർപോർട്ട് ഔട്ട്ഫിറ്റ്. ഒരു ഫോണ് പോയി. സത്യത്ത് അയ്യോടാ. ഞാനിവിടെ ബാഗ് കയറാം. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് എ ലോങ് ജേർണി സുഹൃത്തുക്കളെ, ബർത്ത്ഡേ അവസാനിക്കുന്നത്. ഇനിയാണ് എന്റെ ബർത്ത്ഡേ തുടങ്ങണത്. മറ്റത് ഹൈദരാബാദ്, ഇത് കേരളം. ഞാൻ പോണ കേസ്. ടാറ്റോ എടുത്ത് വെച്ച അമ്മ. ടാറ്റാ. പക്ഷേ